നടൻ ഉണ്ണി മുകുന്ദനും മുൻ മാനേജർ വിപിൻ കുമാറുമായുള്ള തർക്കം പരിഹരിച്ചു. ചലച്ചിത്ര സംഘടനകൾ ഇടപെട്ടതോടെയാണ് തർക്കത്തിന് പരിഹാരമായത്. എന്നാൽ ഉണ്ണി മുകുന്ദനെതിരെ വിപിൻ കുമാർ നൽകിയ പരാതിയിൽ പോലീസ് നടപടി തുടരുക തന്നെയാണ്. വിപിൻ കുമാറിനെതിരെ ഉണ്ണി മുകുന്ദൻ സംസ്ഥാന DGPക്ക് പരാതി നൽകിയിരുന്നു. മുൻ മാനേജറായിരുന്ന വിപിൻ കുമാറിനെതിരെ കൊച്ചി കാക്കനാട് ഫ്ളാറ്റിൽ വെച്ച് ഉണ്ണി മുകുന്ദൻ മർദ്ദിച്ചു എന്നായിരുന്നു ആരോപണം. വിപിൻ കുമാറിന്റെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് കേസെടുത്തു. മുൻകൂർ ജാമ്യം തേടി ഉണ്ണി മുകുന്ദൻ കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ആണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയതോടെ ഹർജി തീർപ്പാക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ചലച്ചിത്ര സംഘടനകൾ ഇടപെട്ടത്. സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയും താരസംഘടനയായ അമ്മയുമാണ് വിഷയത്തിൽ ഇടപെട്ടത്. ഇരു സംഘടനകളും ഇക്കാര്യത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഉണ്ണി മുകുന്ദനെയും വിപിൻ കുമാറിനെയും ഒരുമിച്ച് വിളിച്ചു വരുത്തി ചലച്ചിത്ര സംഘടനകൾ ചർച്ച നടത്തിയത്. ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണനും താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി അഡ്ഹോക് കമ്മിറ്റി അംഗവുമാണ് മീഡിയേഷൻ പങ്കാളികളായത്. താരസംഘടനയായ അമ്മയുടെ കൊച്ചി ദേശാഭിമാനി റോഡിലെ ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത്. ഉണ്ണി മുകുന്ദനും വിപിൻ കുമാറുമായുള്ള തർക്കങ്ങൾ പറഞ്ഞു പരിഹരിച്ചതായി ഫെഫ്കെ ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. എന്നാൽ ഇരുവരും പറഞ്ഞ ചില വസ്തുതകളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഇരു സംഘടനയ്ക്കും വ്യക്തമായിട്ടുണ്ട്. അതേസമയം പോലീസ് കേസിൽ തൽക്കാലം ഇടപെടേണ്ട എന്നുള്ളതാണ് ചലച്ചിത്ര സംഘടനയുടെ തീരുമാനം. കേസ് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് സംഘടനയുടെ നിലപാട്. സിനിമയുടെ കാര്യത്തിൽ ആശങ്കക്കുഴപ്പം ഉണ്ടായിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചലച്ചിത്ര സംഘടനകൾ ഇടപെടുകയും പ്രശ്ന പരിഹാരത്തിനും സമവായത്തിനും ശ്രമം നടത്തുകയും ചെയ്തത്. ഇത് വിജയിച്ചു എന്ന് തന്നെയാണ് ഇരു ചലച്ചിത്ര സംഘടനകളും നൽകിയിരിക്കുന്ന സൂചന. തർക്കങ്ങൾ പരിഹരിച്ച സാഹചര്യത്തിൽ പോലീസ് കേസുമായി വിപിൻ കുമാർ മുന്നോട്ടു പോകില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ചലച്ചിത്ര സംഘടനകൾ അക്കാര്യം തുറന്നു പറയുന്നില്ലെങ്കിലും പൊതുവിലുള്ള ധാരണ അതാണ് എന്നാണ് പുറത്തുവരുന്ന മറ്റൊരു വിവരം. ടൊവിനോ തോമസ് ചിത്രമായ നരിവേട്ട സമൂഹ മാധ്യമത്തിൽ പ്രശംസിച്ചു എന്നതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദൻ തന്റെ ഫ്ളാറ്റിൽ എത്തി മർദ്ദിച്ചു എന്നായിരുന്നു മുൻ മാനേജർ വിപിൻ കുമാറിന്റെ പരാതി. എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ലെന്നും ചില വസ്തുതകളിൽ സത്യം തേടിയാണ് താൻ വിപിൻ കുമാറിനെ കണ്ടതെന്നുമായിരുന്നു ഉണ്ണി മുകുന്ദന്റെ വിശദീകരണം. ഉണ്ണി മുകുന്ദൻ മുൻ മാനേജറെ മർദ്ദിച്ചു എന്നതിന് കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ചലച്ചിത്ര സംഘടനകളുടെ ഇടപെടലിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കിയത്. അതേസമയം തന്നെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായ പ്രശ്നമല്ല ഇത് എന്നാണ് വിപിൻ കുമാർ പറയുന്നത്. അദ്ദേഹത്തിന്റെ അനിഷ്ടങ്ങൾ തന്റെ മുകളിൽ തീർക്കുന്നത് തുടരുകയാണെന്നാണ് അദ്ദേഹം കേസിൽ പറഞ്ഞത്. പല ദുരനുഭവങ്ങളും ഉണ്ണി മുകുന്ദനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. മാർക്കോ എന്ന സിനിമയ്ക്ക് ശേഷം മികച്ച പ്രൊജക്ടുകളൊന്നും കിട്ടാത്തതിന്റെ വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ട് ഉണ്ണിക്ക്. ഫ്രസ്ട്രേഷൻ എന്നോട് തീർക്കുകയാണ് ചെയ്തത്. അത് ബുദ്ധിമുട്ടുകയാണ്. ഉണ്ണിയുടെ കൂടെ ശരിക്കും ആരുമില്ല, ഞാനായിരുന്നു അവസാനം ഉണ്ടായിരുന്നത്. ദുരനുഭവത്തിന്റെ പേരിലല്ല ഞാൻ കേസ് കൊടുത്തത്. എനിക്കെതിരെ ദേഹോപദ്രവം ഉണ്ടായപ്പോഴാണ്. ഞാൻ ആളുമായി ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു. എന്നാൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു പഞ്ചിങ് ബാഗായി എന്നെ ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ. നരിവേട്ട എന്ന ഒറ്റ സംഭവമല്ല ഈ പ്രശ്നത്തിന്റെ കാരണം, അത് അവസാന സംഭവമാണ്. ഉണ്ണി മുകുന്ദന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച പിഴവ് കൊണ്ടാണ് ഗോകുലം മൂവീസ് അനൗൺസ് ചെയ്ത ഏറ്റവും പുതിയ പടത്തിൽ നിന്നും അവർ പിന്മാറിയത്. ഇതിന്റെ ഫ്രസ്ട്രേഷൻ എന്നോട് തീർത്തു. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞതുപോലെയാണ് ഉണ്ണിയുടെ കാര്യം. ഉണ്ണി ചെയ്യാനിരുന്ന 2 പടവും കയ്യിൽ നിന്ന് പോയി. ചർച്ചയിൽ ഉണ്ടായിരുന്ന പടവും പോയി. കയ്യിലിരുന്നതൊക്കെ നഷ്ടപ്പെട്ടു. നരിവേട്ടയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. റിവ്യൂ കണ്ടുകൊണ്ടാണ് ഞാൻ സിനിമയെ കുറിച്ച് പോസ്റ്റ് പങ്കുവെച്ചത്. അതിന് ഉണ്ണിക്ക് എന്നോട് പ്രശ്നമായി. അന്ന് രാത്രി എന്നെ വിളിച്ച് ഒരുപാട് ചീത്ത പറഞ്ഞു. ഇനി ഈ മാനേജർ പദവി നീ വഹിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ടൊവിനോയുമായി തെറ്റിക്കാൻ വേണ്ടിയുള്ള പ്രചാരണമാണ് ഇതെന്നാണ് ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നുള്ള ആരോപണം. ഞാൻ ആരെയും തെറ്റിക്കാൻ നോക്കിയിട്ടില്ല. ഇവരെ തമ്മിൽ തെറ്റിച്ചിട്ട് എനിക്ക് എന്താണ് നേട്ടം? ഈ വിഷയത്തിന് ശേഷവും ടൊവിനോ എന്നെ വിളിച്ചു. അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്. കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു, എന്നെ പിന്തുണയ്ക്കുകയും ചെയ്തു. ടൊവിനോയുമായുള്ള ചാറ്റ് പുറത്തുവിട്ടുകൊണ്ട് എന്താണ് ഉണ്ണി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, വിപിൻ വ്യക്തമാക്കി. ഞാൻ കേസ് കൊടുത്തതിന് ശേഷമാണ് ഓരോ ആരോപണങ്ങളും ഉയർന്നു വന്നത്. ആദ്യം മാനേജർ അല്ലെന്ന് പറഞ്ഞു. ഞാൻ മാനേജർ അല്ലെങ്കിൽ ഉണ്ണിക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇനി ഉണ്ണിക്ക് ഡേറ്റ് ഇല്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്?
ഉണ്ണിയുടെ സമ്മതമില്ലാതെ ഞാൻ ആരോടും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് എനിക്ക് എന്താണ് നേടാനുള്ളത്? ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. വിവാഹമാണ്, അതിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ അത് അദ്ദേഹം കഴിക്കട്ടെ.